സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയാണ് നോക്കാൻ പോകുന്നത്. എന്താണ് അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ നോക്കുന്നത്. പരീക്ഷയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായാലും അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയാലും നമുക്കെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഈ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. അപ്പോൾ അത്തരത്തിൽ മാറിപ്പോവാതെ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. നമുക്ക് ആദ്യം സിമ്പതറ്റിക് വ്യവസ്ഥയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിമ്പതറ്റിക് വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. ഏത് സാഹചര്യത്തിൽ? സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. എന്താണ് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. അതുപോലെ തന്നെ ഉമിനീർ ഉൽപ്പാദനം എന്താണ് അവിടെ? കുറയുകയാണ് ചെയ്യുന്നത്. എന്താണ്? ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. അതുപോലെ തന്നെ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു. അതോടൊപ്പം ശ്വാസനാളം വികസിക്കുന്നു. എന്താണ്? ശ്വാസനാളം വികസിക്കുന്നു. ഇതെല്ലാം സിമ്പതറ്റിക് വ്യവസ്ഥയിലാണ്. സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു. അതോടൊപ്പം ഹൃദയമിടിപ്പ് കൂടുന്നു. എന്താണ്? ഹൃദയമിടിപ്പ് കൂടുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്? മന്ദീഭവിക്കുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ മന്ദീഭവിക്കുന്നു. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. എന്താണ്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ഹോർമോൺ ഉൽപ്പാദനം സിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. ഹോർമോൺ ഉൽപ്പാദനം സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കൂടുന്നു. കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. എന്താണ്? കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. മൂത്രാശയം പൂർവസ്ഥിതി പ്രാപിക്കുന്നു. എന്താണ്? മൂത്രാശയം പൂർവസ്ഥിതി പ്രാപിക്കുന്നു. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. നമ്മൾ പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ടാവും, നമ്മളൊന്ന് പേടിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ഞെട്ടുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്താ നമ്മുടെ കണ്ണ് പെട്ടെന്ന് നമ്മൾ തുറിച്ചു നോക്കും പോലെ കണ്ണിങ്ങനെ വികസിക്കും പോലെ നമുക്ക് തോന്നില്ലേ? അങ്ങനെ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. ഉമിനീരിൻ്റെ ഉൽപ്പാദനം എന്താണ്? കുറയുന്നു. നമുക്ക് എന്താ ഉമിനീര് കിട്ടാണ്ട് വായിൽ ഡ്രൈ ആവുന്നൊരു ഫീൽ വരില്ലേ? അങ്ങനെ ഉമിനീര് ഉൽപ്പാദനം കുറയുന്നു. ശ്വാസനാളം വികസിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോൾ? സിമ്പതറ്റിക് വ്യവസ്ഥയിൽ. ഹൃദയമിടിപ്പ് വല്ലാണ്ട് കൂടും അല്ലേ? നമ്മളൊരു ടെൻസ്ഡ് ആവുന്ന അങ്ങനെയുള്ളൊരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പ് വല്ലാണ്ട് കൂടും. അതുപോലെ ആമാശയ പ്രവർത്തനങ്ങൾ എന്താണ്? ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ്? ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. ഒപ്പം ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ഏത് സമയത്ത്? സിമ്പതറ്റിക് വ്യവസ്ഥയിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. മൂത്രാശയം പൂർവസ്ഥിതി പ്രാപിക്കുന്നു. ഹോർമോൺ ഉൽപ്പാദനം എന്താണ്? ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇതെല്ലാം സിമ്പതറ്റിക് വ്യവസ്ഥയിലാണ്. നമുക്ക് നേരെ ഒന്ന് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലേക്ക് പോവാം. പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്താണ്? കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു. ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ശ്വാസനാളം സങ്കോചിക്കുന്നു. എന്താണ്? ശ്വാസനാളം സങ്കോചിക്കുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകും. പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകും. ആമാശയ പ്രവർത്തനങ്ങളൊക്കെ സാധാരണ നിലയിലാകും. അതുപോലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. ഒപ്പം മൂത്രാശയം എന്ത് ചെയ്യുന്നു? മൂത്രാശയം ചുരുങ്ങുകയും ചെയ്യുന്നു. എന്താണ്? കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ശ്വാസനാളം സങ്കോചിക്കുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ എന്താണ്? ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. കുടലിലെ പെരിസ്റ്റാൾസിസ് എന്താണ്? കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു. മൂത്രാശയം ചുരുങ്ങുന്നു.
നമുക്കിനി ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥയെയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ഒന്നെന്താണ് കമ്പയർ ചെയ്ത് നോക്കാം. സിമ്പത്തറ്റിക് വ്യവസ്ഥയെയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ഒന്ന് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുകയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ എന്താണ്, കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുകയാണ്. ഇവിടെ ഓപ്പോസിറ്റാണ് കാര്യം എന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുകയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ എന്താണ്, കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു. എന്താണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുമ്പോൾ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു. എന്താണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ശ്വാസനാളം വികസിക്കും. എന്താണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ശ്വാസനാളം വികസിക്കും, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ശ്വാസനാളം സങ്കോചിക്കുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ശ്വാസനാളം വികസിക്കുന്നു, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ശ്വാസനാളം സങ്കോചിക്കുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഹൃദയമിടിപ്പ് കൂടുമ്പോൾ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകും. എന്താണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഹൃദയമിടിപ്പ് കൂടുമ്പോൾ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ആമാശയ പ്രവർത്തനങ്ങൾ എന്താണ്, സാധാരണ നിലയിലേക്കാകും. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുമ്പോൾ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകും. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലോട്ട് വരുമ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. എന്താണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആവുകയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക്കിൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് മാറും. അതുപോലെ കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുകയാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ. അത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലോട്ട് വരുമ്പോഴോ കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലായിട്ട് മാറും. ഒപ്പം ഹോർമോണിൻ്റെ ഉൽപ്പാദനം സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കൂടുകയാണ്, പാരാസിമ്പത്തറ്റിക്കിലേക്ക് വരുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ പാരാസിമ്പത്തറ്റിക്കിൽ മൂത്രാശയം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്.